അയ്യോ വിളിച്ചു കൂവണ്ട, നിനക്ക് തരാം. ഓ എന്തുവാന്ന് ആദ്യം കൊടുത്തില്ലെങ്കില് ഭയങ്കര പിണക്കമാന്ന് തോന്നില്ലയോ? നിന്നെ എനിക്ക് എല്ലിയോടി ഏറ്റവും കൂടുതൽ ഇഷ്ടം. തരുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന അതുപോലെ പറയണം, എന്നാണ് തരത്തുള്ളേ. തത്തമ്മേ പൂച്ച പൂച്ച. ഓ വെടുക്കി ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അപ്പൊ ഇനി വേറെ സംഭവം അങ്കിള് പറയാം, അത് പറയണേ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുചത്ത് കുത്തിയിരുന്നു. നിന്നെ സ്നേഹിക്കുന്നതിന് എനിക്ക് നല്ല ശിക്ഷയായത്. എന്നാ തിന്നാട്ടെ. ഇതെന്തോ തത്തയാന്നോ പട്ടിയാന്നോ കടിച്ചു പറിച്ചു കളഞ്ഞല്ലോ. നിന്നെ അഹങ്കാരം കൂടിയത് കൊണ്ടാ നിന്നെ ഇന്ന് വൈകിട്ട് വില്ലേജ് ഓഫീസർ വന്ന് കൊണ്ടുപോകുമ്പോടി നീ ഇവിടെ ഇരിക്കട്ടോ. നിനക്ക് അഹങ്കാരമാണ്, നീ അകത്തിരുന്നാ മതി. അകത്തിരുന്നാ മതി നീ കേട്ടോ, അഹങ്കാരി. എന്താ കാണിക്കുക? സെക്യൂരിറ്റി ചെക്കപ്പ്. എടോ സെക്യൂരിറ്റി തനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെ വല്ല ആശുപത്രിയിലും പോകണം, ഇവിടെ അല്ല വരേണ്ടത്. എടോ ഞാൻ ഷാഡോ പോലീസാണ്, ഞാൻ നോർത്തിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഹെഡ് കോൺസ്റ്റബിൾ ആണോ? അപ്പൊ പേര് കുട്ടമ്പിള്ള. ഹെഡ് കോൺസ്റ്റബിൾ ആദിദേവ്. ആദിദേവ്? പിന്നെ ഈ ഡാഷ് ഉണ്ടോ? എന്തിനാ സാറിന് പൂരിപ്പിക്കാനാണ്? അതല്ല, ഈ ഡാഷ് എന്ന് പറയുന്ന ഒരു പട്ടി ഉണ്ടല്ലോ, അത് പറ്റി പോകുന്നത്. ഒരെണ്ണം ഉണ്ടായിരുന്നു, രാവിലെ ഒരു ഡാഷ് മോം ഒന്ന് വാങ്ങിച്ചോണ്ട് പോയി. അല്ല ആ ചെറുക്കന്റെ പേര് എനിക്കറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞു. ഓ അങ്ങനെ. ഇവിടെ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, പള്ളിയിൽ പോയപ്പോ ഇപ്പൊ വരും. എന്തോന്ന്? എന്റെ ഭാര്യ. അതല്ലേ ചോദിച്ചത്, ഇവിടെ സ്ഫോടക വസ്തുക്കൾ വല്ലതും ഉണ്ടോന്ന്. എന്റെ സാറേ, ഇത് ഞാൻ ഈ കിളികളെ മൃഗങ്ങളെ ഒക്കെ വിൽക്കുന്ന കടയിൽ ഇവിടെ വന്ന് സ്ഫോടക വസ്തു ഇറക്കേണ്ട കാര്യം എന്തുവാ? എസ് ഐ അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന്. എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് അദ്ദേഹം വന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. സാറേ, സംഭവം എന്നെ പറ്റി നാട്ടുകാരെ എന്തേലും കള്ളപ്പരാതി കൊടുത്ത് എന്നെ പിടിക്കാൻ വരുമായിരിക്കും മിക്കവാറും. എന്തിനും കൈമടക്ക് കൊടുത്താൽ പുള്ളി ഒതുക്കാൻ പറ്റുമോ? നീ ഉദ്ദേശിക്കുന്നതൊക്കെ പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല. എടാ മുട്ടൻ ജംഗ്ഷനിൽ 8 പേരെ ഡ്രം സെറ്റ് അടിക്കുന്നതൊക്കെ ഞരിമുര വെട്ടി നുറുക്കിയ ഗൂണ്ട ബിരുവിനെ ഒറ്റ അടിക്ക് അകത്താക്കിയ ആളാ എസ് ഐ ബെഞ്ചമിൻ അലോഷ്യസ്. ഞാൻ ഒരു കാര്യം പറയാം, പുള്ളി ഇങ്ങോട്ട് വരുമ്പം ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്കിട്ട് കൊള്ളും. അതെ, ഞാൻ പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാർ കഴിയുന്നിട്ട് കളിച്ചോളും. കേറി വാ. എക്സ്ക്യൂസ് മീ. എന്താ സാറേ? ഒരു സ്ഥാപനം നടത്തുമ്പോ ഉത്തരവാദിത്തമായിട്ട് നടത്തണം. എന്നാ വാതിലാണ് അവിടെ പടുത്തു വെച്ചാണ്. ഞാൻ വാതിൽ കടന്നു വന്നപ്പോ എന്നെ പിടിച്ചു നിർത്തി. ആര് പിടിച്ചു നിർത്തിയെന്ന്? എന്റെ മീശ. എടാ മീശയുടെ തുമ്പ് മുട്ടിയിട്ട് കട്ട്ലേമ കുടുങ്ങി ബ്ലോക്കായി നിന്ന് ഞാൻ അവിടെ. എന്റെ പൊന്നു സാറേ, ഒരാൾക്ക് സുഖമായിട്ട് കയറി വരാം. ഏത് വാതിൽ കൂടെ വന്നത്? ആണ്ടാ വാതിൽ. അത് വാതിലല്ല, ജനലാ. അത് പണിയോർത്ത് കൊണ്ടുപോയി ജനല് പടുത്തു വെക്കണോ? എനിക്കറിയാം ഇങ്ങോട്ട് വന്നേ. നാട്ടുകാരുടെ പരാതി എന്നെ പോക്കാൻ വന്നില്ലയോ? എന്ത് പരാതി? പരാതി എന്ന് പറഞ്ഞാലേ, അതെ സാറേ, ഈ നാട്ടുകാർ മഹാകുശുംബന്മാരാ. നമ്മളൊരു കച്ചവടം ചെയ്ത് പുരോഗതിയിലെത്തുമ്പോ അവർക്ക് ഈ കുശുമ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിവിടെ ഈ കിളികളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാറേ, ഞാൻ ഇതിനെയൊക്കെ വിൽക്കും. എന്നിട്ട് രാത്രി തന്നെ ഞാൻ പോയി തിരിച്ച് കട്ടെടുത്തോണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവെക്കും. അതിന്റെ ഈ നാട്ടുകാർ തന്ന പരാതി. അത് ഞാൻ നിയമപരമായിട്ടാ ചെയ്യുന്നേ. എന്നാ നിയമം? ഞാൻ ആ ബില്ലിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വിറ്റ സാധനം തിരിച്ചെടുക്കുമെന്ന്. എന്നാലും മൂട്ടിച്ചെന്ന് പറയില്ലടാ റാസ്കൽ. വേണേ തല്ലിക്കൊന്നോ, ഈ കോക്കാച്ചുമോറ് കാണിച്ച് പേടിപ്പിക്കല്ലേ. രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. രഹസ്യ വിവരോ? എന്നാ പിന്നെ അനൗൺസ്മെന്റ് ചെയ്യണോ? രഹസ്യ വിവരം രഹസ്യമായിട്ട് പറയണോ? സോറി സാർ. വയമ്പടിപ്പുണ്ടോ? എന്തിനാ സാറേ കത്തിക്ക് കൊടുക്കണത്? എന്തിനാ? ഇവനെ കൊണ്ടൊന്നും വർത്താനം പറയിക്കാൻ പറയണോ സാർ? ഇന്ന് രാത്രി 11 മണിക്ക് കടവന്ത്ര പാലത്തിന്റെ അടിയിൽ വെച്ച് കീരിവാസുവും സംഘവും കീരിവാസുവിന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചാഘോഷിക്കുന്നു. നടത്തിക്കില്ല ഞാൻ. ഈ ടൗണിൽ ഈ എസ് ഐ ബെഞ്ചമിൻ അൽസേഷ്യൻ. അതൊരു പട്ടിയാ. ഈ ബെഞ്ചമിൻ അൽസിമേഷ്യസ്. സാർ, അതൊരു മറവി രോഗമാണ്. വായിക്കൊള്ളാത്ത പേര് വിട്ട് തന്നേച്ച് നേരത്തെ മേളിലേക്ക് പോയല്ലേ അപ്പച്ച. ഈ പുള്ളിക്കാരൻ ഇവിടെ എസ് ഐ ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇത് ഞാൻ നടത്തിക്കില്ല. നമ്മൾ കൃത്യം 10 മണിക്ക് അവിടെ ചെല്ലും. സാർ, നമ്മളവിടെ 10 മണിക്ക് അവന്മാർ നമ്മൾ ചെന്നെന്ന് പറഞ്ഞാൽ അവിടെ കൂടൂല. നമുക്കൊരു 11:05 ചെന്നാ മതി. 11 മണിക്ക് എന്നാൽ ഈ കേക്കിന്റെ പലക പോലെ കിട്ടും. എനിക്ക് ഫ്രഷ് പീസ് വേണം, ചെറി വച്ചത്.
എന്റെ പൊന്ന് സാറേ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അറ്റാക്ക് വന്ന് ചത്തുപോയി, ഇൻക്യുബേറ്റർ വെച്ച് വിരിയിച്ചതായതൊക്കെ. എന്നെയോ? സാറിനല്ല, ഈ കിളിയെയും ഈ മൃഗങ്ങളെയൊക്കെ കസ്റ്റമേഴ്സ് വരുന്ന സമയമാണ്. പോലീസുകാർ നിൽക്കുന്നുണ്ട്, അവര് കേർത്ത് പോലും വിട്ടുപോകും. എന്നെ കണ്ടിട്ട് നിനക്ക് കസ്റ്റമറായിട്ട് തോന്നിയില്ലേ? സാറ് കസ്റ്റമറാണോ? പിന്നെ ഞാനല്ലടാ കുക്കുംബറോ. അതെ, സാറിന്റെ മോന് സംസാരിക്കുന്ന ഒരു തത്തയെ വേണം. സാറെന്താ മോനോട് സംസാരിക്കത്തില്ലയോ? മോന് സംസാരിക്കുന്ന തന്ത വേണമെന്ന് പറഞ്ഞു. തത്ത വേണം? എന്റെ പൊന്നു സാറാ, നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നത്. ഇവിടെ തത്ത മാത്രമല്ല, ഇവിടെ ഇഷ്ടം മാതിരി മൃഗങ്ങൾ, ഓമന മൃഗങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. ഞാൻ സാറിന് വെറൈറ്റി ഒരു സാധനം തരാം. അരാപ്പായി പറയട്ടെ. അല്ല സാറ് ഒരു മീനാ. ആ മീൻ എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിൽ കൊണ്ട് വളർത്തണം ഇതിനെ. ഇതിപ്പോ ഇത്രേ ഉള്ളൂ. ഇത് വളരുമ്പം നമ്മുടെ ഐശ്വര്യം വളരും. വളർന്ന് 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 ഇത്രയൊക്കെ ആകുമ്പോ നമ്മുടെ ഐശ്വര്യം കൂടെ അങ്ങ് വളരും. അങ്ങ് എനിക്ക് വേണ്ട. എന്താ? എന്നെക്കായി അപ്പുറം വളർന്ന എനിക്ക് ഈഗോ അടിക്കും. ഈ അരാപ്പയ്മ പറഞ്ഞാലേ വീട്ടിൽ വളർത്തിയ വീട്ടിൽ ഭയങ്കര സൗഭാഗ്യം വരും. ഇതിന് എത്ര കാശാവും? അരാപ്പയ്മയ്ക്ക് 35,000 രൂപ. 35,000 രൂപ, ഒരു 5,000 രൂപ അങ്ങ് തരും. 5,000 രൂപയ്ക്ക് അരാപ്പയ്മ കിട്ടത്തില്ല. എനിക്കൊരു ക്വാർട്ടർ പൈമ മതി. അവരവര് സൈസിനുള്ള പോലെ, പിന്നെ കാശുമില്ലാതെ. ഈ തത്തകളൊക്കെ സാറിന് പരിചയപ്പെടുത്തി തരാം. സാർ ഇങ്ങോട്ട് നോക്കിയേ. ഈ കിളിയെ കണ്ടോ? ഇത് ഓസ്ട്രേലിയയിലുള്ള ഡിഗ്നോ ജീവ എന്ന് പറഞ്ഞൊരു കിളിയും നമ്മുടെ നാട്ടിലുള്ള കരിയില കിളിയും തമ്മിൽ ബ്രീഡ് ചെയ്തുണ്ടാക്കിയ സ്പെഷ്യൽ കിളിയാണിത്. ഇതോ 35,000 രൂപ ഇതിന്റെ വില. ഈ മൃഗസ്യാന്ന് പറഞ്ഞിരിക്കണ കിളിക്കോ? അയ്യോടാ, ഇരിക്കുന്നു നോക്കണ്ട, കിടക്ക സാധനം അത്. പിന്നെ വേണ്ടേ ഈ കിളിയെ കണ്ടോ? ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്. അങ്ങനെ കിളിയും നമ്മുടെ അടയ്ക്കാക്കുരുവിയും തമ്മിൽ ബ്രീഡ് ചെയ്ത് ഉണ്ടായ കിളിയായത്. വെറുതെ അല്ലാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണത്. പിന്നെ സാറേ, ഇവിടെ കൂടുതൽ ഈ ബ്രീഡ് ചെയ്യിക്കുന്നത് മൂങ്ങയാണ്. അതെന്നാ? മൂങ്ങയ്ക്ക് പകല് കണ്ണ് കാണാൻ പാടില്ലല്ലോ. ഷോപ്പിന്റെ മറവിൽ പക്ഷികളെ വച്ച് അനാശാസം നടത്തുന്നു. അതും കാഴ്ച ശക്തിയില്ലാത്ത മൂങ്ങയെ വച്ച് കൊല്ലണ്ടേവന്. ആരെന്നെ തെറി പറഞ്ഞത്? അയ്യോ, തെറി പറഞ്ഞാന്നോ? അത് മിട്ടുവല്ല, ഏത് കുട്ടുവായാലും അവരെ അപ്പൊക്കിയിരിക്കും. സാറേ, അതൊരു തത്തയാന്ന്, കുഞ്ഞൊരു തത്തയാ. അത് മിട്ടു സംസാരിക്കുന്ന തത്ത. അതിനെനിക്ക് വേണം. അയ്യോ, അത് തരാൻ പറ്റത്തില്ല. അല്ല, അതിനെനിക്ക് വേണം. അല്ല സാറേ, പ്ലീസ്. അത് വില്ലേജ് ഓഫീസർ അഡ്വാൻസ് തന്നിട്ട് പോയാ വൈകിട്ട് കൊണ്ടുപോകും. വില്ലേജ് ഓഫീസർ അല്ല, മജിസ്ട്രേറ്റ് വന്നാലും SI സാറ് കൊണ്ടുപോയി പറഞ്ഞാൽ മതി. സാറിന് കൊടുക്കണം. എന്റെ പൊന്ന് സാർ, അത് പറ്റത്തില്ല. അതിനാ പറ്റാത്തത്? ഞാൻ ഈ കച്ചവടത്തിൽ നേരും നെറിയും നോക്കുന്നവനാ. സത്യസന്ധത വിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോകും. എന്തോ നേരും നെറിയും കച്ചവടത്തിൽ സത്യസന്ധത. നാട്ടുകാരെ കിളീനെ കട്ടുകൊണ്ടുപോയി എന്നുള്ള പരാതി എന്നെ മേശപ്പുറത്ത് ഒരു ചുളിവില്ലാണ്ടിരിപ്പുണ്ട്. ഞാൻ നേരെ മേളിൽ കഴിക്കണോ? എന്നെ പൊന്ന് സാർ, സാറൊരു കാര്യം ചെയ്യും. ആ ഭാഗത്തെ വേറെ തത്തകളൊക്കെ ഉണ്ട്. അതിന് ഓർമ്മത്തിന് സാർ എടുത്തോ, ഞാൻ സംസാരിപ്പിച്ച് തന്നാ പോരെ. ഒന്ന് കണ്ടില്ലെങ്കിൽ നിന്റെ പിന്നെ ഫോണോടെ വെച്ചിട്ട് പോരല്ലേ. സംസാരിക്കുന്ന തത്തയാ, അതെടുത്ത് ആരെങ്കിലും വിളിക്കും. പിന്നെ എനിക്ക് കാര്യം ഈ പെറ്റ് സെന്ററിലൊക്കെ രഹസ്യമായിട്ട് ഇരുതലമൂരിയെ വളർത്തുന്ന കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാ? ഞാനേ ഒരു 6 മാസം മുമ്പ് ഒരു ഇരുതലമൂരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, ചത്തുപോയത്. അതെങ്ങനെ? അത് ഇരുതലമൂരിക്ക് ഞാൻ ഈ 2 സൈഡിൽ കൂടെ ഭക്ഷണം കൊടുത്തിട്ട് വയറ് വീർത്ത് പൊട്ടി തെറിച്ചു. അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റി. പുതിയ പട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലേ സാറേ? പാളയംകോടൻ പട്ടി. അതുണ്ടാ ഇവിടെ? ഇത് പഴക്കടയാണോ ഇത്? പാളയംകോടനൊക്കെ തിരക്കട ഇങ്ങനെ നീണ്ടിരുന്നിട്ടേ ഈ പട്ടിയിൽ അടിച്ച പോലെ കാലുള്ള പട്ടി. അഭ്യസ്ത വിദ്യ. പാളയംകോടൻ പട്ടിയല്ല, രാജപാളയം പട്ടി. എന്റെ പൊന്ന് സാറേ, എന്താ പറ്റി ഇപ്പം? എടാ, പട്ടി വെച്ചെടുക്കാന്ന് പറയണ്ടേ? അതെന്നെ കടിച്ചു പറിച്ച്. ആ പെറ്റ് കിടക്കുന്നുണ്ട് അടുത്തോട്ടെ. വെറും കൈയോടെ പോലെ വല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് പോണമായിരുന്നു. എന്റെ പെങ്ങളുടെ കൊച്ചല്ലേ അവിടെ പ്രസവിച്ചു കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് ആയിട്ട് ചെല്ലാനും വേണ്ടിട്ട് ഈ പുള്ളി വന്നപ്പോ പോലെ എന്നെ അടിക്കും. ആ സമയം കൊണ്ട് 4 കൗണ്ടർ അടിക്കാനുള്ളതിന്. സാറേ, നമുക്ക് ഈ തത്തയെ നോക്കിട്ടേ ഏതെങ്കിലും നല്ല തത്തയെ നോക്കി മേടിക്കാം. സാറും കൊണ്ട് വാ. ഓക്കേ, പെട്ടെന്ന് പോവാം. ആരാ എന്നെ ഇപ്പൊ കള്ളാന്ന് വിളിച്ചത്? സാറേ, എന്നെ ഇപ്പൊ ആരാ കള്ളാന്ന് വിളിച്ചെന്ന്? ഞാനല്ല, എനിക്ക് തോന്നിയതായിരിക്കും. സാർ വാ, ഏതെങ്കിലും തത്തയെ നോക്കാം, എന്നിട്ട് മേടിച്ചോണ്ട് പോവാം പെട്ടെന്ന്. സാറേ, അകത്ത് കിടക്കുന്ന സംസാരിക്കുന്ന തത്തയില്ലേ, അതുപോലെ ഇവിടെ കള്ള വിളിച്ച എനിക്ക് തോന്നി. ആ കിളിയുടെ അതേ കൊച്ച കേട്ടോ? മിമിക്രി. ആര്? ഞാൻ. പിന്നെ കള്ളം പറയരുത് സാറേ. സത്യം പറ സാറേ. എടാ, അവൻ എന്നാ പറഞ്ഞേ?
സംസാരിക്കണ തത്തേനെ ചോദിച്ചപ്പോ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയേക്ക് വന്നു. ഓ. ചെറുപ്പം പോലെ എന്റെ ഒരു ഒറ്റ കേസുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ഞാൻ അതിനെ പൊക്കും. സാറേ അവൻ കണ്ടോണ്ടൊന്ന് കേസ് കൊടുത്താലേ സാർ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ ഡെയിലി സ്റ്റേഷനിൽ കയറി ഇറങ്ങണതാ, അവൻ ചമ്മിപ്പോ. എന്റെ പൊന്ന് സാറേ, ഇത്രയും നല്ലൊരു SI ഒരു കുഞ്ഞ് തത്തെ മോഷ്ടിച്ചെന്ന് പത്രത്തിലും ഇതിലൊക്കെ പടം വരുമെന്ന്. നമുക്ക് സൈസിനുള്ളത് പോക്കറ്റിൽ ഒതുങ്ങണല്ലേ പൊക്കാൻ പറ്റുള്ളൂ. ആ പട്ടിക്കുഞ്ഞിനെടുത്ത പോക്കറ്റിലിടാൻ പറ്റുമോ? ഓ സാറേ, ആ ചെറുക്കം വരുന്നത്. എനിക്ക് വയ്യ. നിനക്ക് പ്രമോഷൻ തരാം. നോട്ടിച്ചുള്ള പ്രൊമോഷൻ എനിക്ക് വേണ്ട. ചെറുക്കം കൊണ്ട് വരുന്നത് അനങ്ങാൻ നിക്കണേ സാറേ. നോക്കി സാറേ, കിളി നോക്കി. കിളികളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പട്ടിയൊക്കെ വേണേ നോക്കണേ. എന്താ സാറേ? ഒന്നുമില്ല സാറേ, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രഭുദേവയുടെ ഭയങ്കര ഫാൻസാ. ഇടക്കിടക്ക് ഇങ്ങനെ കളിക്കുന്നു. റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ ഒരു കാര്യം പഠിക്കുന്ന എന്ത് പറ്റി? പോക്കറ്റ് കടിച്ചു കീറി. എന്താ പറ്റി സാറേ? സല്യൂട്ട് അടിക്കണോ? എന്താ കാണിക്കോ? വ്യായാമം ചെയ്യുന്നതാ. ഇന്ന് രാവിലെ സാറ് വ്യായാമം ചെയ്തില്ല. ഒരു ദിവസം എപ്പോഴെങ്കിലും വ്യായാമം ചെയ്യും. അങ്ങനെ ഉത്തരവാദിത്തമുള്ള പോലീസ്. എന്താ വല്ലാഴി കൊല്ലുണ്ടോ? പിടിച്ചെടുത്ത് സാറിനെ പിടിച്ചെടുത്ത്. തല ഇറങ്ങുന്നു. ഇരിക്കേ ഇരിക്കേ. അല്ല, ഇവിടുന്ന് പോകുമ്പോഴേ ബേക്കറിയിൽ നിന്ന് പലഹാരം പിടിക്കണമെന്ന് പറഞ്ഞാ സാറേ. ഫ്രണ്ടിലോ? സാറിന്റെ ഫ്രണ്ടിന് ഒരു ബേക്കറി ഉണ്ട്, അവിടുന്ന് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞ. അത് കൊള്ളാം, അത് കൊള്ളാം. സൈഡ് സൈഡോ? സ്റ്റൈല് മോഹൻലാലിന് ഒരു സ്റ്റൈല്, മമ്മൂട്ടിക്ക് ഒരു സ്റ്റൈല്, സാറിന് വേറെ സ്റ്റൈൽ. എനിക്ക് പറഞ്ഞ കലാകാരനാ ഇത്. സാറേ, 2 പൊതി കഞ്ചാവുമായി 2 യുവാക്കൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന്. വല്ലോടത്തും പോട്ടേടാ. വയറ്റിലെന്നാ പുറപ്പെട്ടിരിക്കുന്നത്. വയറ്റിലെന്ന് പുറപ്പെട്ടു. അവന്മാർ ഇടുക്കിയിലേക്കാ പോയിരിക്കുന്നത്. അയ്യോ, ഇടുക്കിയിലെത്തുന്നതിന് മുമ്പ് പിടിക്കണേ. അയ്യോ, കാലടിയിലിട്ട് ബ്ലോക്ക് ചെയ്താലോ? കാലടി വഴി എത്തുള്ളടോ. അപ്പൊ കോതമംഗലം. സാറേ എനിക്കൊരു പരാതിയുണ്ട്. പരാതി? സാറേ എന്നെ സംസാരിക്കുന്നതെ കാണുന്നില്ല സാറേ. അതെവിടെയും പറന്നു പോയി കാണും. പറന്നു പോകത്തില്ല. ഞാൻ ഇപ്പൊ തീറ്റ കൊടുത്തിട്ട് വന്നല്ലയോ സാറേ. എന്നെ സംസാരിക്കുന്നത് തത്തെ കണ്ടുപിടിച്ച് താ സാറേ. സംസാരിക്കണ തത്ത അത് സംസാരിക്കണ തത്തയല്ല, പിന്നെ സംസാരിക്കണ കഴുകനാണ്. കൊണ്ടുപോണ അതിന്റെ തത്ത.